അടിച്ച് അടിച്ച് അപ്പോൾ ഞാൻ കാസീൻ്റെ അടുത്തുള്ള പ്രൊഗിയുടെ ബുൾ ഫ്രോഗും അതുപോലെ തന്നെ റിയൽ ഫ്രോഗും ഉണ്ട്. നമ്മൾ മുന്നേ കുറച്ച് നേരം മുന്നേ ഉപയോഗിച്ചിരുന്ന റിയൽ ഫ്രോഗിൻ്റെ 10 ഗ്രാമിൻ്റെ ഫ്രോഗ് ഉണ്ട്. മറ്റേത് 8 ഗ്രാമായിരുന്നു, 10 ഗ്രാം. റിയൽ V3 അതുപോലെ തന്നെ ബുൾ ഫ്രോഗ് ഇത് 7 ഗ്രാമായിരുന്നു എൻ്റെ ചെറുത് വന്നിരുന്നത്. അതും 10 ഗ്രാമായിട്ട് വന്നു. കണ്ട ഏറെക്കുറെ ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ. രണ്ടും ഒരേപോലത്തെ സ്പിന്നറിനായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ സ്പിന്നറിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. നല്ല ശബ്ദട്ടോ ഇത്. ഇത് വെച്ചിരുന്ന് കാസി നോക്കാം. ഫസ്റ്റ് അപ്പോൾ റിയൽ ഫ്രോഗാണ് കാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിച്ച് പ്രൊഗിയുടെ റിയൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഹാമ്പലിൽ കുത്തി അടിച്ചത് അറിഞ്ഞില്ല. കുറച്ച് ടൈം അവിടെ വെയിറ്റ് ആക്കി ഞാൻ. സംഭവം വീണപാടെ അടിച്ചിരുന്നു. ഒരു പൊടിക്ക് ലൂസിട്ട് കൊടുക്കാം. ലൂസാക്കി താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ സാധനം പോവും. പ്രൊഗിയുടെ റിയലാണ് കയറിയില്ല കേട്ടോ. ഒരു 1 kg സൈസ് വരുന്നുണ്ടാവും. സൈസ് വരണം കേട്ടോ. പ്രൊഗിയുടെ റിയൽ ഫ്രോഗ് V3. ഇവിടെ ബുള്ളിലാണ് അടിച്ചില്ല. എൻ്റെ കൈ തട്ടിയിട്ടാ തോന്നണേ. റീലിൻ്റെ സൈഡ് നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗണ്ട് വന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അടിപൊളി സാധനം കേട്ടാ. ഫുൾ ഫ്രോഗിൽ ബുൾ M10 എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് കേട്ടോ. അതായത് ബുൾ ഫ്രോഗിൻ്റെ കുറച്ച് വലിയ ഫ്രോഗാണ്. അടിച്ച ഫ്രോഗ് പ്രൊഗിയുടെ ബുൾ M10 എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 ഫ്രോഗിലും അത്യാവശ്യം നല്ല മീനുകൾ തന്നെ കയറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.